ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിൻ്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലം, നക്ഷത്ര ജാതകരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച രാത്രി വരെയുള്ള ഫലമാണ് പ്രതിപാദിക്കുന്നത്. 2025 മെയ് 4-ാം തീയതി മുതൽ മെയ് 10-ാം തീയതി വരെ ഉള്ള അത്രയും ദിവസത്തെ ഫലം അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഓരോ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 12 കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും 12 തവണ കവടി പ്രശ്നം വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫലത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ഇപ്പം മേടമാസമാണ്. മേടമാസമായതുകൊണ്ട് തന്നെ ആദിത്യൻ, അതായത് സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്നു. അതിൻ്റെ ആ ഒരു സൂര്യ ഭഗവാന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള കടാക്ഷം മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അതായത് ജോലി സംബന്ധമായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. അവർക്ക് പ്രൊമോഷൻസിനുള്ള അങ്ങനെയുള്ള റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. പൂർണ്ണമായിട്ടുള്ള ആദിത്യ ഭഗവാന്റെ ഒരു അനുഗ്രഹം, അതുപോലെ തന്നെ ശിവ ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതകൾ ദമ്പതികൾക്കിടയിൽ കാണിക്കുന്നതാണ്. കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഫേവറബിളായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. പുതിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ പണം ഇടപാടുകൾ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ധനനേട്ടം ഉണ്ടാകാനുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ചിലവുകൾ ചെറിയ തോതിൽ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ചിലവുകൾ ഒന്ന് നിയന്ത്രിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ചിലപ്പം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കും. ആരോഗ്യപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതായത് എപ്പോഴും മാറാത്ത തലവേദന, ക്ഷീണം, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, കാൽമുട്ടിന് വേദന ഉണ്ടാകുക, അതുപോലെ വലത്തെ ചെവിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അപ്പം മേടക്കൂർ നക്ഷത്ര ജാതകർ ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ആദിത്യ മന്ത്രം ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദിത്യം തമോരും സർവപാപത്നം പ്രണതോസ്മി ദിവാകരം, ആദിത്യ മന്ത്രം ദിവസവും 3 തവണയെങ്കിലും ജപിക്കുക. വളരെ നല്ലതാണ്. പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി മകയിരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അടുത്തൊരാഴ്ച കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ളൊരു വാരമല്ല വരാൻ പോകുന്നത്. ചെറിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. പക്ഷേ ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഓവറോൾ ഫാമിലിയിൽ ഐശ്വര്യം നിലനിൽക്കുന്നു. പക്ഷേ ദമ്പതികൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള
സാധ്യതകൾ, അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു, സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. വിദേശത്ത് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ അടുത്ത ഒരാഴ്ച കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടും ചെറിയ ഇഷ്യൂസ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പണം ഇടപാടുകൾ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ ഭാഗ്യം നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷേ ധനപരമായിട്ട് ചിലവുകൾ നല്ല രീതിയിൽ കൂടാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് അവർക്ക് പോസിറ്റീവും നെഗറ്റീവും ഇത് തമ്മിൽ കലർന്ന ഒരു സമയം, ഒരു വാരമാണ് വരാൻ പോകുന്നത്. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ആദ്യം ഉണ്ടാകും, അതിനുശേഷം തടസ്സങ്ങൾ മാറുന്നതാണ്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക്, അപ്പോയിൻമെൻറ്റ് ഓർഡറുകളൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് അവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ചെറിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം മാറുന്നതാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും ചെറിയ ഈ ഒരാഴ്ച തുടക്കം അത്ര അനുകൂലമാവില്ല. നിലവിൽ ജോലിയിൽ ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ദമ്പതികൾക്കിടയിൽ ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അടുത്ത ഒരു ചൊവ്വാഴ്ച വരെ അത്ര അനുകൂലമാവില്ല. അതിനുശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയം എത്തിച്ചേരുന്നതാണ്. പറ്റുമെങ്കിൽ കുടുംബ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ പരദേവത ദിവസവും ധ്യാനിക്കുക, വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക, 3 തവണയെങ്കിലും ജപിക്കുക. അത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറുകാർക്ക് ഉള്ള പ്രത്യേകത, ഇപ്പം മേട രാശിയിൽ സൂര്യൻ നിൽക്കുകയാണ്. അപ്പം മെയ് 7 തീയതി ആകുമ്പോഴത്തേക്ക് ബുധൻ ആ ഒരു രാശിയിൽ വരുന്നു. അപ്പം ബുധ ആദിത്യ രാജയോഗം അവിടെ സംഭവിക്കുകയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്കും പിന്നെ വരുന്ന, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പം ബുധ ആദിത്യ രാജയോഗത്തിൽ 4 കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരാഴ്ച കാലം. അതായത് മെയ് 7 തീയതി മുതൽ മെയ് 14 തീയതി വരെ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ബുധ ആദിത്യ രാജയോഗം, ആ ഒരു ഭാഗ്യം, ബുധ ആദിത്യ ഭഗവാന്റെ അതുപോലെ ബുധൻ്റെയും നല്ല രീതിയിലുള്ള അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്നതാണ്. ധനപരമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയിൽ നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ ഉള്ള ഒരു മുന്നേറ്റത്തിനുള്ള ഒരു വാരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്ത ബുധനാഴ്ചയ്ക്ക് ശേഷം, ബുധനാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ കാണിക്കും. പണമിടപാടുകൾ ശ്രദ്ധിക്കുക, ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാതെ നോക്കുക. അതുപോലെ മണി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. പക്ഷേ നല്ല രീതിയിലൊന്ന് ആലോചിച്ചതിന് ശേഷം വെൽ പ്ലാനിങ്ങോടുകൂടി മാത്രം അങ്ങനെയുള്ള ഡിസിഷനുകളിലൊക്കെ എത്തിച്ചേരുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ബുധനാഴ്ചയ്ക്ക് ശേഷം, ബുധനാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. ബുധ ആദിത്യ രാജയോഗം വരുന്നതുകൂടി ആ ഒരു തടസ്സങ്ങളൊക്കെ മാറും. ബുധനാഴ്ചയ്ക്ക് ശേഷം ആ ഒരു തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാൻ പ്ലാനിംഗ് ഒക്കെയുള്ള കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും ബുധനാഴ്ച മുതൽ നല്ല സമയമാണ് വരാൻ പോകുന്നത്.
കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നതാണ്. ദമ്പതികൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യം, നല്ല ദാമ്പത്യം നിലനിൽക്കുന്നു. ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ ആദിത്യ മന്ത്രം ജപാകുസുമ സംകാശം കാശിപേയം മഹാദിത്യം തമോരം സർവഭാവത്നം പ്രണതോസ്മി ദിവാകരൻ ദിവസവും ജപിക്കുക. 3 തവണ ജപിക്കുക. പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്കും ബുധ ആദിത്യ രാജയോഗം ആ ഒരു സൗഭാഗ്യം കിട്ടുന്നതാണ്. അതായത് ചിങ്ങക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും ഭാഗ്യം പൂർണ്ണമായിട്ടും തെളിഞ്ഞു നിൽക്കാനുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അടുത്ത ബുധനാഴ്ച മുതൽ, അതായത് 2025 മെയ് 7-ാം തീയതി മുതൽ പിന്നെ ഉള്ള ഒരാഴ്ച വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ബുധ ആദിത്യ രാജയോഗം, ഞാനിതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം, അതുകൂടി ഒന്ന് കാണുക. അപ്പം ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ധനപരമായിട്ട് വളരെ നല്ല സമയമാണ്. മണി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല സമയം. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ശത്രുപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത മിത്രങ്ങൾ ചിലപ്പോൾ ശത്രുക്കളായേക്കാം, അതൊന്ന് ശ്രദ്ധിക്കുക. പണമിടപാടുകൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നല്ല അതും ശ്രദ്ധിക്കുക. പണമിടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഉള്ള ദൈവികത ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ നല്ല സമയം, നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമല്ല വരാൻ പോകുന്നത്. അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. അതായത് ജോലി അന്വേഷിക്കുന്നവർക്കുള്ള തടസ്സം, ജോലിയിൽ നിലവിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ, അവർ ചെയ്യുന്ന വർക്ക് ടോപ്പ് മാനേജ്മെൻറ്റിൽ ടോപ്പ് ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടും, അങ്ങനെ വർക്കിൽ ഒരു വിരക്തി ഉണ്ടാകാനുള്ള സാധ്യതകൾ, മടി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ജോലി സംബന്ധമായിട്ടൊന്ന് ഒരു ഫുൾ ഫോക്കസോടുകൂടി പോകേണ്ട ഒരാഴ്ചയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. വളരെ ഒരു വെൽ ഫോക്കസ്ഡോടുകൂടി ജോലിയിലൊക്കെ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പണമിടപാടുകൾ കന്നിക്കൂർ നക്ഷത്ര ജാതകർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാധ്യത കവടിയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പണമിടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്ത് ചെറിയ തോതിലുള്ള സമാധാനക്കുറവ് കാണിക്കുന്നു. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ഗണപതി ഹോമം, പറ്റുമെങ്കിൽ ഒരു നാളികേരം ഉടയ്ക്കുക, ക്ഷേത്രത്തിൽ പോയി നാളികേരം ഉടയ്ക്കുക, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ കുടുംബ ദേവിയെ, പരദേവതയെ ദിവസവും പ്രാർത്ഥിക്കുക. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ കുടുംബ ദേവി പരദേവത കടാക്ഷം ആർജിച്ചെടുക്കേണ്ട ഒരു വാരമാണ് വരാൻ പോകുന്നത്. ദൈവാധീനം ഒരല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ് ഇതിനകത്ത് കണ്ടത്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിൽ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ബുധ ആദിത്യ രാജയോഗം ഉണ്ടാകുന്നതാണ്. അതായത് 2025 മെയ് 7-ാം തീയതി മുതൽ
പിന്നെ ഉള്ള ഒരാഴ്ച മെയ് 14 വൈകിട്ട് വരെ, രാത്രി വരെ അത്ര വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അതായത് വരുന്ന ബുധനാഴ്ച മുതൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുവരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. ബിസിനസ് രംഗത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പുതിയ കസ്റ്റമേഴ്സൊക്കെ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അല്ലാതെയുള്ള അങ്ങനെയുള്ള ബിസിനസ് പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. പണം ഇടപാടുകൾ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് വളരെ നല്ല സമയമാണ്. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും അതുപോലെ ഐശ്വര്യവും നിലനിൽക്കും. ദമ്പതികൾക്കിടയിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ബുധനാഴ്ച മുതൽ നല്ല സമയമാണ്. വളരെ ദൈവാധീനമുള്ള സമയമാണ്. അപ്പം തുലാക്കൂർ നക്ഷത്ര ജാതകർ ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബുധ ആദിത്യ ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ആ ഒരു ആദിത്യ മന്ത്രം അതുപോലെ ബുധ മന്ത്രം ദിവസവും ജപിക്കുക. ഇതൊക്കെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതായത് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, തൊണ്ടയ്ക്ക് ചെറിയ അസ്വസ്ഥതകൾ, വലത്തെ ചെവിക്ക് ബുദ്ധിമുട്ടുകൾ, അതുപോലെ മൂക്കിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള സാധ്യതകൾ ചില ആളുകൾക്ക് കാണിക്കുന്നതാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന അതായത് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ കവടിയിൽ കണ്ടായിരുന്നു. അതായത് രാഹു സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ശനി സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്, പ്രത്യേകിച്ച് അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഇവർക്ക് കൂടുതലായിട്ട് കാണിക്കുന്നതാണ് അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പുതിയതായിട്ട് അതുപോലെ തന്നെ ജോലിയിൽ നിലവിൽ ഉള്ള ജോലിയിലുള്ള ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ജോലിയിലുള്ള വിരക്തി, മടി ഒക്കെ കാണിക്കുന്നു. അലസത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. കൂടുതലായിട്ട് ടെൻഷൻസ് ഉണ്ടാകാനുള്ള ഒരു വാരമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും. കുടുംബത്ത് പൊതുവെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. പക്ഷേ ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ രീതിയിൽ അതൊക്കെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് പോവുക. കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർ കുടുംബ ദേവിയെ, പരദേവതയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. ശിവപഞ്ചാക്ഷരം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ഞാൻ നേരത്തെ ബുധ ആദിത്യ രാജയോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 4 കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ഭാഗ്യം കിട്ടാൻ പോകുന്നത്. അതിൽ അവസാനത്തെ രാശിയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അവർക്ക് ബുധ ആദിത്യ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഈ വരുന്ന ബുധനാഴ്ച മുതൽ പൂർണ്ണമായിട്ടും ആ ഒരു അനുഗ്രഹ സ്ഥാനത്ത് ബുധനും ആദിത്യനും നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം, പ്രത്യേകിച്ച് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ഇവർക്ക് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ തന്നെ ശിവകടാക്ഷം, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. അവർക്ക്
കുടുംബത്തിൽ നിന്ന് പിതൃപരമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ള ആ ഒരു അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിതാവിൽ നിന്നുള്ള നല്ല അനുഗ്രഹം കിട്ടാനുള്ള ആ ഒരു സമയമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഈ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഗുരുക്കന്മാരിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും ഉണ്ടാകുന്നു. കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കാണിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഹനുമാൻ ചാലിസ ദിവസവും ഒന്ന് ജപിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ വളരെ അനുകൂലമായിട്ടുള്ള വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക്, വിവാഹമൊക്കെ കുറേ ആലോചിച്ചിട്ട് മുടങ്ങിയൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ച അവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം കാണിക്കുന്നു. കുടുംബദേവിയെ, പരദേവതയെ ഒന്ന് പ്രാർത്ഥിക്കുക ദിവസവും. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തത്, മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ നല്ല സമയം. അതുപോലെ വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അടുത്ത ഒരാഴ്ച വളരെ നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാം. വീട് നിലവിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അവർക്ക് നിലവിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറുന്നു. പ്രത്യേകിച്ച് ഒരു ഭാഗ്യപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് ഉദിച്ചു നിൽക്കുന്ന ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മാറുന്നു. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. നിലവിൽ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിക്വസ്റ്റ്, പ്രൊമോഷൻ റിക്വസ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിൽ എത്തിപ്പെടാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ശാന്തി, സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ നല്ല സ്നേഹം നിറഞ്ഞ ഒരു ആഴ്ചയാണ്, ഒരു വാരമാണ് കാണിക്കുന്നത്. ഞാനീ പറയുന്നത് പൊതുവേ ഉള്ള നക്ഷത്ര ജാതകത്തെ പൊതുവേ ഉള്ള ഒരു ഫലമാണ്, ഞാൻ കവിതയിൽ കണ്ട ഫലമാണ് ഞാൻ പറയുന്നത്. 100% എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിങ്ങൾക്കങ്ങനെ പേഴ്സണലി അങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ കവിതയിൽ നോക്കിയിട്ട് അറിയണമെങ്കിൽ പേഴ്സണലി എനിക്ക് റിക്വസ്റ്റ് അയച്ചാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പറിൽ റിക്വസ്റ്റ് അയയ്ക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലമാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ദശാസന്ധി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം. അടുത്തത്, കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു സമയം, ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് ആദ്യം തടസ്സങ്ങൾ കാണിക്കും, അതിനുശേഷം തടസ്സങ്ങൾ മാറുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരാഴ്ച അത്ര അനുകൂലമായിട്ടുള്ള ആഴ്ചയായിരിക്കത്തില്ല. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തുടങ്ങാൻ സാധിക്കുന്നു, പക്ഷേ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അതിന് നിങ്ങൾ വിഘ്നേശ്വര പ്രീതി നേടുക. അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട് സമർപ്പിച്ചതിന് ശേഷം മാത്രം പുതിയതായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു പിടി പണമോ അതല്ലെങ്കിൽ പട്ടോ സമർപ്പിച്ചതിന് ശേഷം പുതിയ ബിസിനസ് കാര്യങ്ങളിലേക്കുള്ള അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സം അടുത്ത ഒരു ചൊവ്വാഴ്ച വരെയുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ചൊവ്വ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം പറ്റുമെങ്കിൽ ദിവസവും ജപിക്കുക. സനൽകുമാരായ വിദ്മഹേ ശതനനായ ധീമഹി തന്നോ സ്കന്ധഃ പ്രചോദയാത് ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ചൊവ്വ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക്
അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമല്ല വരാൻ പോകുന്നത്. ചെറിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ കാണിക്കുന്നു. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. പക്ഷേ ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള വഴക്കിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതായത് സൗന്ദര്യപ്പിണക്കം പോലുള്ള അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് പോവുക. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വളരെ നല്ല സമയമാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് നിലവിൽ രാഹു സംബന്ധമായിട്ടുള്ള തടസ്സം, അതുപോലെ തന്നെ ശനി സംബന്ധമായിട്ടുള്ള തടസ്സം. ഇപ്പോൾ രാഹുവും ശനിയും ഒരേ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ചെറിയ രീതിയിലുള്ള മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഉദര സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഒരു ജാഗ്രത, വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ തെന്നി വീഴാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഒന്ന് അങ്ങനെ പോവുക. അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. മാതാവിനോ പിതാവിനോ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ മാതാവ് വഴിയുള്ള ബന്ധങ്ങൾ, അതായത് അമ്മാവൻ, അപ്പുപ്പൻ, അമ്മയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ, അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് പോവുക. ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട കേസുകളാണെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം അതുപോലെ കുടുംബ ക്ഷേത്രത്തിൽ നിന്നുള്ള കടാക്ഷം ഒരല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. സർപ്പപ്രീതി അത്യാവശ്യമാണ്. രാഹു മന്ത്രം ദിവസവും ജപിക്കുക. അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം ദിവസവും 3 തവണയെങ്കിലും ജപിക്കുക. രാഹു മന്ത്രം, അതുപോലെ ശനീശ്വര മന്ത്രവും ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും ഈ ആഴ്ചയുടെ അവസാനം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നതാണ്. ജോലിയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. കല്യാണമൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ബുധനാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. പണമിടപാടുകൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. ചിലവുകൾ നല്ല രീതിയിൽ അടുത്ത ഒരാഴ്ച കൂടി നിൽക്കാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്ര ജാതകരുടെ വാരഫലം. ഇത്രയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ ദോഷം അല്ലെങ്കിൽ വീക്ഷണം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എൻ്റെ ഈ വീഡിയോയുടെ താഴെ പേരും നക്ഷത്രവും, അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ ഉൾപ്പെടുത്തി നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യപരമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് മെസ്സേജ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പേഴ്സണലി അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഡേറ്റും ടൈമും ഞാൻ അലോട്ട് ചെയ്ത് തരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.